ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയൊരു പോഡ്കാസ്റ്റാണ്. സോ വെൽക്കം ടു ദ അൺസെൻസേർഡ് മല്ലു പോഡ്കാസ്റ്റ്. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോയും സോഷ്യൽ കമൻട്രി ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചത് ആക്ച്വലി. അപ്പം ഐ തോട്ട് ലോക്ക്ഡൗണായിട്ട് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുക, എന്തുകൊണ്ട് ഒരു പോഡ്കാസ്റ്റായിട്ട് ഇറക്കിക്കൂടാ എന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ലോക്ക്ഡൗൺ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. സത്യം പറഞ്ഞ വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ. അപ്പം വെൽക്കം ടു അൺസെൻസേർഡ് മല്ലു പോഡ്കാസ്റ്റ്. അപ്പം എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത എപ്പിസോഡിൽ ശരിയാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. പിന്നെ ഇത് കുറച്ച് കാലത്തേക്ക് ഇതൊരു ഓഡിയോ ഓൺലി പോഡ്കാസ്റ്റ് ആയിരിക്കും. ഞാനാണെങ്കിൽ ആഴ്ച ഒരെണ്ണം വെച്ചാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതൊരു സോഷ്യൽ കോമൻട്രി പോഡ്കാസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വേറെ വല്ലതാണ് ഇത് താല്പര്യമില്ലെങ്കിൽ പ്ലീസ് ലീവ് നൗ. ഹലോ, പലതിലും ഞാനൊരു പുതിയ ആളായിരിക്കും. അപ്പം പോഡ്കാസ്റ്റുകൾ തന്നെ നമ്മളങ്ങനെ കേൾക്കാൻ വലിയ ചാൻസ് കുറവാണ്. ഐ ഹാവ് ബിൻ ജസ്റ്റ് റെക്കോർഡിങ് മൈ സെൽഫ് ടോക്കിംഗ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് അറ്റ് എ ടൈം. അതായത് ഞാൻ കുറച്ച് നേരം റെക്കോർഡ് ചെയ്തിട്ട് സംസാരിക്കും, എന്നിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്താണ് ഞാനൊരു പോഡ്കാസ്റ്റായിട്ട് ഇറക്കുന്നത്. അപ്പം എനിക്ക് ഇത്തവണ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, obviously what people are roaring about is of course KK Shailaja and the main question, അതായത് എന്തുകൊണ്ട് KK ശൈലജ 61,000 വോട്ടിന് ജയിച്ചിട്ടും മന്ത്രിയാകുന്നില്ല എന്നുള്ള വലിയ ചോദ്യം. അതൊരു ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിൽ കുറേ മീംസൊക്കെ ഇറങ്ങും, മറിച്ച് ഇറങ്ങും. എന്നാലും നമ്മൾ തന്നെയല്ലേ എപ്പോഴും എല്ലാവർക്കും അവസരം കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പം വൈ നോട്ട് എ ന്യൂ പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് KK ശൈലജ. അതായത് ഇപ്പം പുതിയൊരാളാണ് വീണ ജോർജ്. അതായത് അവരൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു. പിന്നെ ഒരു നല്ലൊരു സെൻസിബിളായിട്ടുള്ളൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. പിന്നെ ഇപ്പം നിയമസഭയിൽ തന്നെയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ തന്നെ അവരത്യാവശ്യം നല്ല നേതൃത്വം തരുന്നൊരു ആളാണ്. എനിക്ക് തോന്നുന്നത് ഇവരും നല്ല വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിൽ ഉള്ള ആളാണ്. കാരണം എന്തോ ഞാൻ കണ്ടിരിക്കുന്ന എന്തോ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറോ എനിക്ക് തോന്നുന്നു BEd ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തോ വാർത്തയിൽ വായിച്ചായിരുന്നു. ഞാൻ ലേറ്റർ ആ വാർത്ത ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പിന്നെ ചെറുപ്പക്കാരിയാണ്, എനിക്ക് തോന്നുന്നു 40-45 വയസ്സേ ഉള്ളൂ. ആ റേഞ്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ യങ്ങസ്റ്റ് ഇൻ ദ ഹോൾ ബഞ്ചാണ് വീണ ജോർജ്. അപ്പം ഞാൻ പറയുന്നത് യങ്സ്റ്റേഴ്സ് ഇനിയും വരട്ടെ, എന്നാലേ ഇതായിട്ടുള്ളൂ. ഈ ഇപ്പം മിനിസ്ട്രിയുടെ തന്നെ ആവറേജ് ഏജ് എബവ് 60 ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരാൾ അത് താഴോട്ട് ആങ്കർ ചെയ്യാനില്ലെങ്കിൽ പിന്നെ വൈ? എനിക്കറിയാം കുറേ ആൾക്കാർ യങ് ആയിട്ടുള്ളവർ ജയിച്ചിട്ടുണ്ട്, പക്ഷേ യങ് ആയിട്ടുള്ളൊരു മന്ത്രി ഉള്ളത് വളരെ നല്ലതാണ്. അതും ഈ ആരോഗ്യവകുപ്പ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതെടുക്കുമ്പോൾ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മെയിൻ ക്വസ്റ്റ്യൻസ്. ഒരേ ചോദ്യം എന്തുകൊണ്ട് എന്നാണ് ഇന്നത്തെ മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻ. ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഷൗട്ട് ഔട്ട് ടു മലയാള മനോരമ പേപ്പർ. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ പേപ്പറുണ്ട്, ഞാൻ ജസ്റ്റ് വായിക്കാം. 12 CPM മന്ത്രിമാരുടെ പേരുകളല്ല, ആ പട്ടികയിൽ നിന്നും പുറത്തായ പേരാണ് കേരളമാകെ ചർച്ചയായത്. KK ശൈലജ. ശൈലജയില്ലാത്ത മന്ത്രിസഭ എന്ന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിയെയും ഞെട്ടിച്ചു. ചിലരത് ഉള്ളടക്കി പാർട്ടിക്കൂറ് കാട്ടി. അപ്പോഴും സെക്രട്ടേറിയറ്റിലെ 4 പേര് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. കണ്ണൂരിൽ നിന്നുള്ള P ജയരാജനും MV ജയരാജനും അടക്കം 10-ൽ താഴെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും വിയോജിച്ചു. നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് ഉള്ള വിയോജിപ്പായതിനാൽ അതൊന്നും വോട്ടെടുപ്പിലേക്ക് നീങ്ങിയില്ല. അതായത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ
ഇപ്പം 100 പേരിൽ 10 താഴെ ആൾക്കാർ വിയോജിച്ച പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ലെറ്റ്സ് മൂവ് ഓൺ, അത്രയേ ഉള്ളൂ നടക്കുന്നുള്ളൂ. പിന്നെ കോവിഡ് പ്രതിരോധത്തിലൂടെ ലഭിച്ച ലോകശ്രദ്ധയും ജനപ്രീതിയും 60,000 കടന്നുള്ള റെക്കോർഡ് ഭൂരിപക്ഷവും ശൈലജയെ മിന്നുന്ന താരമാക്കിയിരുന്നു. ജയിച്ചു വന്ന 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ. അതായത് വളരെ ശരിയാണ്, ശൈലജ ടീച്ചറിന് UN ഒരു സ്പെഷ്യൽ റെക്കഗ്നിഷൻ കൊടുത്തായിരുന്നു. അതായത് കോവിഡ് കൺട്രോളിനും പ്രിവെൻഷനും പിന്നെ ഹാൻഡിലിംഗ് ദ വൈറസ് അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ കുറച്ച് ആൾക്കാർക്ക് ഒന്നാമത് കിട്ടിയുള്ളൂ. അതും ഒരു സ്ത്രീക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഹോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് അവർ UN ഷൗട്ട് ഔട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് ആ അവാർഡ് ഇവർക്ക് കൊടുത്ത്. പിന്നെ വോഗ് ഇന്ത്യ വുമൺ ഓഫ് ദ ഇയർ ആയിട്ട് ശൈലജ ടീച്ചറിനെയാണ് തിരഞ്ഞെടുത്തത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. വുമൺ ഓഫ് ദ ഇയർ ശരിക്കും ഡിസേർവിങ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മുടെ ശൈലജ ടീച്ചറിന് കിട്ടുന്നത് നമുക്കൊരു അഭിമാനമല്ലേ. സാധാരണ വല്ലോ ദീപിക പതുക്കോണ്ണോ അല്ലാണ്ട് വേറെ വല്ലോ നോർത്തിലെ വല്ലവർക്കും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പം അതിന് നമ്മളുള്ള ഒരാൾക്ക് അതിന് ടീച്ചറിന് കിട്ടിയതിന് തന്നെ വലിയൊരു അഭിമാനമാണെന്ന് തന്നെ പറയാം. പിന്നെ വേറെ കുറേ റെക്കഗ്നിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റേ ഒരു മദർ തെരേസയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങൾ ഇത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നോടിയായി രാവിലെ കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ യോഗം ചേർന്നപ്പോൾ തീരുമാനം മറിച്ചായി. ജയിച്ചു വന്ന മന്ത്രിമാരിൽ ഒരാൾക്ക് മാത്രം തുടരാൻ അനുമതി നൽകുന്നത് മറ്റുള്ളവരോടുള്ള അനീതിയാണെന്ന് യോഗം വിലയിരുത്തി. അതിൽ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം എല്ലാവരും തന്നെ ഇതിനു വേണ്ടി തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാരാണ്. അപ്പം ഒരാൾക്ക് മാത്രം മന്ത്രിസ്ഥാനം അത് ജസ്റ്റിഫയബിൾ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ടു എ വുമൺ. ആൻഡ് നമ്മുടെ അതായത് ഇപ്പം MLA ആയിട്ട് ജയിച്ചവരിൽ തന്നെ പെണ്ണുങ്ങളുടെ ആ ഒരു അതായത് പെണ്ണുങ്ങൾ കുറവാണ്. അപ്പോൾ തുടർച്ചയായി 2ാം ടേം മത്സരിച്ചവരെ മത്സരരംഗത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ഒരാൾക്ക് മാത്രമായി തുടർച്ചയായി മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. പുതിയ ടീം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശം കോടിയേരി ബാലകൃഷ്ണൻ, S രാമചന്ദ്രപിള്ള, MA ബേബി എന്നിവർ അംഗീകരിച്ചു. അപ്പം പിണറായി പറഞ്ഞ അവർക്ക് വേറൊന്നും പറയാനില്ല. അതാണല്ലോ, അതായത് ഇപ്പം ഒരുപാട് ആൾക്കാരുള്ള പാർട്ടിയല്ലേ. അപ്പം എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളത് പിണറായിയുടെ ഉത്തരവാദിത്വമാണ് ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇപ്പം അതായത് ആൾക്കാരുടെ ചോദ്യം എന്നാന്ന് പറഞ്ഞാൽ പിണറായിക്ക് ഏകദേശം 50,000 വോട്ടിൽ താഴെയുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളൂ. അപ്പം വന്ന ചോദ്യം എന്താന്ന് പറഞ്ഞാൽ പിണറായിക്ക് ടീച്ചറെ പേടിയാണോ? അതായത് ടീച്ചറുടെ പോപ്പുലാരിറ്റി ഈസ് ഗ്രോയിങ് അറ്റ് എൻ ആസ്ട്രോണമിക്കൽ റേറ്റ്. അതായത് ഇപ്പം ടീച്ചറിൻ്റെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിൻ്റെ തന്നെ എണ്ണം നോക്കിയാൽ ഏകദേശം 7 ലക്ഷം കടന്ന്. അതായത് ഞാനാണെങ്കിൽ ഈ കോവിഡിൻ്റെ ഇതിൽ വന്ന് ചേർന്നത്. അപ്പം ടീച്ചറുടെ ഫേസ്ബുക്കിൽ ഞാൻ നോട്ടിഫിക്കേഷൻസ് ഓണാക്കിയിട്ടിരിക്കും. അപ്പം ടീച്ചർ ഈ കോവിഡ് നമ്പേഴ്സ് ആദ്യം അതിനകത്ത് വരും ടീച്ചറിൻ്റെ ഫേസ്ബുക്കിൽ. അപ്പം നമുക്ക് കാണാം എത്ര പേർക്ക് വന്നു. അതായത് ദ ഡെയിലി കൗണ്ട് ഞാൻ എപ്പോഴും അതിനകത്താണ് നോക്കുന്നത്. പിന്നെന്താ, പിണറായിക്ക് അതിനോട് എതിർപ്പാണോ എന്നുള്ള ഒരു ചോദ്യം. കണ്ടിന്യൂയിങ്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും കോടിയേരി ഈ നിർദ്ദേശം അവതരിപ്പിച്ചു. പുതിയ ടീമിൽ താനില്ലെന്ന് ശൈലജ അറിഞ്ഞത് ആ യോഗത്തിലാണ്. തുടർഭരണ നേട്ടത്തിൽ മന്ത്രി എന്ന നിലയിൽ ശൈലജയുടെ സംഭാവന കൂടി പരിഗണിച്ചുള്ള തീരുമാനമാകും ഉചിതമെന്ന് ചിലർ പറഞ്ഞപ്പോൾ അവർ നിശബ്ദത പാലിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ തനിക്കായിരുന്ന വാദമുഖങ്ങൾ നിസ്സംഗതയോടെ കേട്ടിരുന്നു. തീരുമാനം മാറില്ലെന്ന് അവനും തിരിച്ചറിഞ്ഞു. They could have given her a fucking heads up. അതാണ്, ജസ്റ്റ് ഒന്നൊരു വാണിംഗ് കൊടുക്കായിരുന്നു. She fucking deserves that. ആക്ച്വലി ഇപ്പം ഒരു ഗ്രൂപ്പിലിരുന്നല്ല അറിയേണ്ടത്. ഇത് അവാർഡ് ഫംഗ്ഷനൊന്നും അല്ലല്ലോ. ഇങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജ് ദിലീപും 2000 ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിലിരിക്കുക.
അപ്പം എല്ലാവരുടെയും മുഖത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, ആർക്ക് കിട്ടും ഹോളി ഷിറ്റ്. അതായത് ഇത് വലിയ സീനൊന്നുമല്ല, ഒരാൾക്ക് ബെസ്റ്റ് ആക്ടറിന് കിട്ടിയാൽ മറ്റേ ആൾക്ക് മോസ്റ്റ് പോപ്പുലർ ആക്ടറിന് കിട്ടും. എന്നാലും ആ ഒരു ഗ്രൂപ്പിലിരുന്ന് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ പറയുന്നതിനേക്കാളും ഭേദം അങ്ങനെ ഒരു ഞാൻ പറയുന്നത് ഒരു ചമ്മൽ ഒഴിവാക്കായിരുന്നു. അത്രേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം. ഷീ ഷുഡ് ഹാവ് ഗോട്ടൺ ഹെഡ്സ് അപ്പ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം അടുത്ത കണ്ടിന്യൂയിങ്, AKG സെൻറ്ററിന് പുറത്തിറങ്ങിയ നേതാക്കളെല്ലാം നേരിട്ടത് ഒരേ ചോദ്യം: എന്തുകൊണ്ട് ടീച്ചർ ഇല്ല? നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിനകത്തും പുറത്തും പരക്കെ ഉയർന്ന ചോദ്യമായത് മാറി. പതിവിൽ നിന്നും വ്യത്യസ്തമായി മാസ്ക് മാറിയുള്ള ചിരിയോടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞു. AKG സെൻറ്ററിൽ നിന്നും മടങ്ങി. അപ്പം ഇത് ശൈലജ ടീച്ചറിനോടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. അപ്പം മന്ത്രിസഭയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിന് വൈകാരികമായി കാണേണ്ടതില്ലെന്ന് KK ശൈലജ. വ്യക്തിയല്ല, സംവിധാനമാണ് മുഖ്യം. ഞാൻ പൂർണ്ണ സംതൃപ്തിയാണ്. ഇതൊക്കെ പാർട്ടിയിൽ സാധാരണമാണ്. വളരെ സന്തോഷം. പാർട്ടി തീരുമാനിച്ചിട്ടാണ് ഒരു തവണ മന്ത്രിയായത്. കഴിയുന്നിടത്തോളം നന്നായി ആ ഉത്തരവാദിത്വം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ പ്രതികരിച്ചത് ഇങ്ങനെ: മാറി നിൽക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ ബാധിക്കുമോ? ശൈലജ ടീച്ചർ: ഒന്നും ബാധിക്കില്ല. കാരണം ഇതൊരു സിസ്റ്റമല്ലേ, വ്യക്തിയല്ലല്ലോ. ആ സംവിധാനത്തിൻ്റെ തലപ്പത്തിരുന്നപ്പോൾ ഞാനത് കൈകാര്യം ചെയ്തു. ഞാൻ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു ടീമല്ലേ അത് ചെയ്തത്. ക്വസ്റ്റ്യൻ: ഇടത് അനുകൂലികൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ശൈലജ ടീച്ചർ: വൈകാരികമായി എടുക്കേണ്ട കാര്യമല്ലല്ലോ ഇതൊന്നും. ക്വസ്റ്റ്യൻ: കോവിഡ് പ്രതിരോധം സർക്കാരിൻ്റെ യശസ് ഉയർത്തി. ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ താങ്കൾ മന്ത്രിസഭയിൽ ഇല്ല. ശൈലജ ടീച്ചർ: നേരത്തെയുള്ള മന്ത്രിമാർ ആരും തുടരുന്നില്ലല്ലോ. പുതിയ ആളുകൾ ഇതിനേക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യുമെന്ന് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ക്വസ്റ്റ്യൻ: പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അമർഷവും നിരാശാപ്രകടനവും ഉണ്ടായി. ശൈലജ ടീച്ചർ: അങ്ങനെ ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല. ധാരാളം ആളുകളുള്ള പാർട്ടിയല്ലേ. ക്വസ്റ്റ്യൻ: പുതിയ മന്ത്രി ഉപദേശങ്ങളുമായി ഉണ്ടാകുമോ? ശൈലജ ടീച്ചർ: ഞാൻ ഒരിടത്തും പോകുന്നില്ലല്ലോ, നിയമസഭയിൽ ഉണ്ടാകും. പാർട്ടിയിലെ എളിയ പ്രവർത്തകയായി തുടരുന്നതിനൊപ്പം മണ്ഡലത്തിലെ കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അതാണ് ഫ്രണ്ട് പേജിൽ മനോരമയുടെ ആ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം യെസ്, പീപ്പിൾ ആർ ഫക്കിംഗ് പിസ്ഡ് ഓഫ്. ഇത് കഴിഞ്ഞ് കുറച്ച് സെലിബ്രിറ്റീസും വന്നു. അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്തും ഇതിനെതിരെ പറഞ്ഞും കുറേ ഇങ്ങനത്തെ പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് വായിക്കാം. അപ്പം ഫസ്റ്റ് ഒരു ഇതായിട്ട് കണ്ട അരുൺ ഗോപി: പുതിയ മന്ത്രിസഭയ്ക്ക് അഭിനന്ദനങ്ങൾ. ടീച്ചർ ഇല്ലാത്തത് ഒരു കുറവായി കാണുന്നില്ല. അതിലും മികച്ച മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും, ഉറപ്പ്. അവർക്ക് നൽകുന്ന അവസരങ്ങൾക്ക് നിറഞ്ഞ കയ്യടി. മാറ്റങ്ങൾ അനിവാര്യമാണ്. മന്ത്രിപദവി അല്ലല്ലോ ജനസേവനത്തിൻ്റെ അവസാന വാക്ക്. അത് നന്നായി അറിയുന്ന ഒരാൾ തന്നെയാണ് ടീച്ചർ. അപ്പം എനിക്ക് ഈ ഫസ്റ്റ് കമൻറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അരുൺ ഗോപി എന്ന് പറഞ്ഞാൽ മറ്റേ രാമലീല സിനിമയുടെ ഡയറക്ടറാണ്. അപ്പം താഴെ കമൻറ്റ് വന്നിരിക്കുന്നത്: അടുത്ത സിനിമ താങ്കൾ മൊത്തം പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്ന്. കാരണം പുതുമുഖങ്ങളോട് വലിയ ഇതല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ റീമ കല്ലിങ്കൽ: പെണ്ണിന് എന്താ കുഴപ്പം? ഇഫ് എ ലാൻഡ് സ്ലൈഡ്, റെക്കോർഡ് വിൻ ആൻഡ് 5 years of world class service can't give you a space in CPM, what can? This mandate was for you, KK Shailaja teacher, for being the human face of the party, for your hard work. #bring our teacher back. #bring back Shailaja teacher. അപ്പം പിന്നെ വിധു പ്രതാപ് ഗായകൻ: പ്രതീക്ഷ, സുരക്ഷിതത്വം, ഉറപ്പ്. ടീച്ചർ നമുക്കെല്ലാവർക്കും അതാണ്. അതുകൊണ്ട് തന്നെയാണ് അതില്ലാതാകുമ്പോൾ വേദനിക്കുന്നത്. പിന്നെ #bring our teacher back. അപ്പം പിന്നെ പാർവതി തിരുവത്ത്: ഇതിലും മികച്ചത് നമ്മൾ അർഹിക്കുന്നു.
നമ്മളുടെ കാലഘട്ടത്തെ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള നേതാക്കളിൽ ഒരാളായ ഞങ്ങളുടെ ടീച്ചറെ തിരികെ കൊണ്ടുവരണം. ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച മെഡിക്കൽ എമർജൻസി കാലത്ത് ശൈലജ ടീച്ചർ സംസ്ഥാനത്തെ നയിച്ചു. സ്വദേശമായ കണ്ണൂരിലെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ശൈലജ ടീച്ചറുടെ ഗംഭീര വിജയം. സംസ്ഥാനം COVID-19 മഹാമാരിയുടെ 2ാം തരംഗത്തോട് പോരാടുന്ന ഈ അവസരത്തിൽ അവരെ പാർട്ടി വിപ്പ് റോളിലേക്ക് തരം താഴ്ത്താൻ CPM തീരുമാനിച്ചോ? ഇത് സത്യമാണോ? ഇതിന് ന്യായീകരണങ്ങൾ ഒന്നുമില്ല. ജനങ്ങൾ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുത്തു. ഈ തരം താഴ്ത്തൽ പാർട്ടിയെ ചോദ്യചിഹ്നത്തിലാഴ്ത്തുന്നു. കഴിവുറ്റ ഭരണത്തേക്കാൾ മറ്റെന്താണ് പ്രധാനം? ഞങ്ങളുടെ ടീച്ചറെ തിരികെ കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ കൈലാസ് മേനോൻ എന്ന് പറഞ്ഞ ഏതോ ഒരു സംഗീത സംവിധായകന്, ഐ റിയലി ഡോണ്ട് നോ ഹിം. സോ അപ്പം സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ വെട്ടണം എന്ന് അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ പൊങ്കാല തന്നെയാണ്. വൈ ഐ ഡോണ്ട് നോ. പിന്നെ ശശി തരൂർ, sorry to see KK Shailaja leave the Kerala cabinet. Aside from her reputed competence and efficiency, I always found her helpful, responsive and accessible as health minister, especially during the COVID crisis. She will be missed. Yes, you will be missed. You will be missed, teacher. അപ്പം നെക്സ്റ്റ് രഞ്ജനി ഹരിദാസ്, അതായത് now can someone please explain to me why Shailaja teacher was dropped from the new cabinet, please? In my understanding, she was truly one of the most successful ministers in the recent times, doing a fantastic job of honoring the position she was given. A small plea to the respected Pinarayi Vijayan and everyone else in the party. Please do not make the people regret their decision of voting you into power. Do not forget that Shailaja teacher won a landslide victory with a record margin of 61,035 votes. Please do not disappoint her voters. അതായത് രഞ്ജിത്ത് ചേച്ചി ഈ 61,000 വോട്ട് ഭൂരിപക്ഷ, ബാക്കി കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർ വോട്ടേഴ്സിന് വിലയില്ലെന്നാണോ? ആൻഡ് thousands of others voted for your party because Shailaja teacher was truly in the forefront through her term, handling everything thrown at her with aplomb. What? Who are you, Shashi Tharoor? അപ്പം watching her work tirelessly for the state was one of the reasons that made the people trust your party more than ever. That is very true. I agree with you 100%. Please don't ignore hard facts that are right in front of your faces when making important decisions. So honestly, if there isn't a super solid valid reason for her to be dropped this time around, then I would be forced to think what the picture speaks, and that is so not cool. It's total bullshit, might I add. Oh, and Kerala, time to speak up. അതെ, എല്ലാവരും സ്പീക്കപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ പൊന്നോ. സ്പീക്കപ്പ് ചെയ്ത് ഇപ്പോൾ ഒരുമാതിരി ഇപ്പം അതൊക്കെയാണ് ഇപ്പം ആൾക്കാർ പറയുന്നത്. കൊള്ളാം. സോ അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പോസ്റ്റുകളാണ്. അതായത് റീമ കല്ലിങ്കൽ, വിധു പ്രതാപ്, പാർവതി തിരുവോത്ത്, അങ്ങനെയുള്ള കുറച്ച് പേരുടെ. അപ്പം എനിക്കിപ്പോൾ കുറച്ച് ഇങ്ങനെ ഞാൻ പോസ്റ്റുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ഒന്നുമല്ല, ആൾക്കാർ എഴുതിയത് എനിക്കിഷ്ടപ്പെട്ടതിൽ കുറച്ചെണ്ണം ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പേ നമുക്ക് വനിതയുടെ ഒരു ഇത് വായിക്കാം. അപ്പോൾ ഈ ടീച്ചറിൻ്റെ ഈ സംഭവം കേട്ടോണ്ടിരുന്നപ്പം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു ഇൻ്റർവ്യൂ വനിതയിൽ വന്നു. അതിൻ്റെ ഫുൾ എഡിഷൻ അവരുടെ ഈ എഡിഷനിലാണുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് 2-3 അവർ ചോദിച്ച ഇത് വായിക്കാം. അപ്പം ക്വസ്റ്റ്യൻ: മന്ത്രിപദത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു എന്ന അഭിമുഖത്തിനിടെ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷം കേരളം നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചായിരുന്നു. ടീച്ചർ: നിപ്പ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ നാട് വിട്ടു പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇത് സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലായതോടെ
മലപ്പുറം ചെങ്ങരകുളത്ത് പോയി ജനങ്ങളെ നേരിൽ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ ഒപ്പമുള്ളവർ തടഞ്ഞു. സൈന്യാധിപ ആദ്യം പോയി അപകടം പറ്റിയാൽ പിന്നെ നിയന്ത്രിക്കാൻ ആളുണ്ടാകില്ല എന്നായിരുന്നു അവരുടെ പക്ഷം. എന്നാൽ അവിടേക്ക് ഞാനല്ലാതെ ആര് പോയി കാര്യങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല. ശൈലജ ടീച്ചറല്ലേ, സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യ വിദഗ്ധരെയും കൂട്ടി നേരിട്ട് പോയി. ജനങ്ങൾ ശ്രദ്ധയോടെ അവർ പറയുന്നത് കേട്ടു, അനുസരിച്ചു. നിപ്പയെ പേടിച്ച് ഞാൻ മാറി നിന്നിട്ട് ജനങ്ങളോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നെ ഉലച്ചു കളഞ്ഞത് നേഴ്സ് ലിനിയുടെ മരണമാണ്. സജീഷിനെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയില്ലായിരുന്നു. ഉറ്റവരുടെ മൃതദേഹം അവസാനമായി ഒന്നു കാണാനാകാതെ സംസ്കരിക്കേണ്ടി വന്നതും വലിയ വിഷമമായി. പലരും ഇതേക്കുറിച്ച് സങ്കടം പറയുമ്പോൾ ഉള്ളിൽ വല്ലാത്ത പിടച്ചിൽ തോന്നിയിരുന്നു. വെല്ലുവിളികൾ ഏറെ ഉണ്ടായെങ്കിലും സാമൂഹ്യ നീതി വകുപ്പിലും വനിതാ ശിശുക്ഷേമ വകുപ്പിലും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. ഗാർഡനും റിസപ്ഷനും ഒക്കെയുള്ള വൃത്തിയുള്ള സർക്കാർ ആശുപത്രിയിൽ പലർക്കും അത്ഭുതമായിരുന്നു. താലൂക്ക് ആശുപത്രികളിലെ പ്രസവ വാർഡ് കണ്ട് പ്രവാസികളായ മലയാളികൾ അമേരിക്കയിലും UK ആശുപത്രി പോലെയുണ്ട് എന്ന് പറഞ്ഞു കേട്ടതാണ് വലിയ അംഗീകാരം. ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെച്ച് വിഭാവനം ചെയ്ത ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് കോവിഡ് വന്നത്. നിപ്പയുടെ അനുഭവത്തിൽ നിന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതെങ്കിൽ അത് ഇവിടെ കൊണ്ടു നിന്നേനെ. ന്യൂസിലൻഡ് വലിയ നേട്ടം കൊയ്തു എന്ന് പലരും പറയും. പക്ഷേ അതൊരു ചെറിയ ദ്വീപാണ്. വിമാന സർവീസ് വരെ അവർ നിർത്തിവെച്ചു. സ്ഥിതി ഇത്ര ഗുരുതരമായിട്ടും നഗരഗ്രാമ വേർതിരിവില്ലാതെ കേരളത്തിൽ നമുക്ക് മരണനിരക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അതിലാകെ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിന് കൂട്ടുനിന്ന എൻ്റെ ടീമിൻ്റെ കാര്യക്ഷമതയിലും വലിയ അഭിമാനമുണ്ട്. അപ്പോൾ അതാണ് ടീച്ചർ അഭിപ്രായം പറഞ്ഞത്. അപ്പം എനിക്കിത് സ്ട്രൈക്ക് ചെയ്തത് ടീച്ചർ പറഞ്ഞ ഒരിത്, അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന നേഴ്സ് ലിനിയുടെ മരണം. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം വൈറസ് എന്ന് പറഞ്ഞ സിനിമയിൽ റീമ കല്ലിങ്കലിൻ്റെ റോളാന്ന് തോന്നുന്നു അവർ ചെയ്യുന്നത്. അപ്പം വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാൾ മരിച്ചപ്പം ടീച്ചറിന് ഇത്രയും വിഷമം ഉണ്ടായി. എനിക്ക് പറയാനുള്ളത്, അപ്പം കോവിഡ് കാലത്ത് അങ്ങനെ എത്ര പേര് മരിച്ചു കാണും. അതായത് കൂടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നെ ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള മറ്റു പലര്, പിന്നെ പോലീസുകാർ. ടീച്ചർക്കറിയാവുന്ന എത്ര പേര് മരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു മരണത്തിൽ അത്രയും വിഷമപ്പെട്ടെങ്കിൽ ഈ കൊറോണയുടെ ഫസ്റ്റ് വേവ് കഴിഞ്ഞപ്പം ടീച്ചറിൻ്റെ അവസ്ഥ എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. അത് തന്നെ വലിയൊരു ഇതാണ്. ഞാൻ ഓർക്കുന്നത്, ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ ടീച്ചറിന് ഒരു വെക്കേഷൻ അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ആണെങ്കിൽ ഒരു ഹൈ സ്ട്രെസ് എൻവയോൺമെൻറ്റിൽ നിന്നും ഒരു ജില്ലാ MLA എന്ന് പറഞ്ഞാൽ അത് ചെറിയ പണിയൊന്നുമല്ല. എന്നാലും അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ടീച്ചർ ഇത്തിരി നാൾ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞപ്പോഴേ ടീച്ചർ തന്നെ പറയുന്നുണ്ട്, കേരളത്തിനാണ് പൊട്ടിപ്പുറപ്പെട്ടതെങ്കിൽ അത് ഇവിടം കൊണ്ട് നിന്നേനെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിപ്പ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ അത്രയും ഇതില്ല, എന്നാലും ഏകദേശം അത്രയും തന്നെ ഈ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ ഒരു സ്ഥലത്ത് പിടിച്ചു കെട്ടി നിർത്താൻ പറ്റിയ ഒരാൾ ആ നിപ്പയാണെങ്കിൽ ഇപ്പം അതിനെതിരെ ഒരു ആക്ഷൻ പ്ലാനും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം എവിടെന്നോ കേട്ട ഒരു ഡോക്ടറിൻ്റെ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ്
ടീച്ചർ അവിടെ പോയി ആൾക്കാരെ കാണുന്നു, എന്താണെങ്കിൽ ഇവിടെ തന്നെ അത് നിർത്തണം, അല്ലെങ്കിൽ ഇത് വലിയ കൈവിട്ട് പോകുമെന്ന് ടീച്ചർ പറയുന്നു. അങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയത് ടീച്ചറാണ്. അപ്പം ആ ആക്ഷൻ പ്ലാൻ ആദ്യം എനിക്കൊന്ന് പത്തനംതിട്ടയിൽ എന്തോ ആണെന്ന് തോന്നുന്നു, ആദ്യം ഈ കോവിഡിൻ്റെ ഇത് വന്നു, അത് പ്രാവർത്തികമാക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ തന്നെയാണ് കേരളത്തിൽ സംഭവം രോഗം വ്യാപിച്ചെങ്കിലും പിന്നെ ഈ ഇത് പറയുന്നുണ്ടല്ലോ, ഈ UK-ലും അമേരിക്കയിലും ഉള്ള അത്രയും തന്നെ റേഞ്ചിലാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഉള്ള ആശുപത്രികൾ, പിന്നെ നേഴ്സ് ലീനിയെ പോലുള്ള മറ്റ് നേഴ്സുകൾ, ഡോക്ടർമാർ, അതൊക്കെ കേരളത്തിലെ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ തന്നെ വേൾഡ് റിനൗണ്ടാണ്. ഇപ്പം ഈയിടെ ഞാനേതോ ബ്രിട്ടീഷ് പത്രത്തിൽ വായിച്ചു, അതായത് അവർ മലയാളി നേഴ്സുമാരെ പറ്റി അവർ പ്രത്യേക ഒരു ഷൗട്ട് ഔട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസും പിന്നെ അവരുടെ സർവീസിൻ്റെ ഒരു കാര്യവും എല്ലാം നമുക്കറിയാം. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ മലയാളി നേഴ്സ് പോയാൽ അവിടുത്തെ ഇതിൽ തന്നെ നമ്പർ 1. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഇനി നമുക്ക് ട്വിറ്ററിലോട്ട് പോവാം. ട്വിറ്ററിൽ ഞാനാണെങ്കിൽ ഒരു വലിയ ത്രെഡ് കണ്ടു കേട്ടോ. അപ്പം ഷൗട്ട് ഔട്ട് ടു ഗായത്രി വേണു 01 ഫോർ റൈറ്റിംഗ് ദിസ്. അപ്പോൾ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതായത് ത്രെഡ് ഓൺ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് സ്റ്റാറ്റസസ്. ഓടി നടക്കുന്ന ലിബറൽ ഡൗട്ട്സ് / ആർഗ്യുമെന്റ്സ് ഓൺ ശൈലജ ടീച്ചർ നോട്ട് ബീങ് ദ ഹെൽത്ത് മിനിസ്റ്റർ, ദ ആർഗ്യുമെന്റ്സ്. അപ്പം ഈ വാട്സാപ്പിലൂടെ ഈയിടെയായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം അതിനകത്ത് കുറേ എക്സ്ക്യൂസും അതിൻ്റെ ആൻസറും ഒക്കെ ഉള്ളൊരു ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഇവർ. ഐ വിൽ റീഡ് ത്രൂ ദ പോസ്റ്റ്. അപ്പം എക്സ്ക്യൂസ് 1, പാർട്ടീസ് ഡിസിഷൻ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ആൻസർ, party wouldn't have been able to make a decision if people didn't vote for them. So people greater than party. Excuse 2, it's a brand new cabinet. Answer, where's the brand new chief minister? Excuse 3, other important ministers are also excluded. Answer, people in Kerala are not dying because of electricity / economy. They are dying in a health crisis and it's absurd to remove the person who has been handling it so well. Excuse 4, the new cabinet in 2016 was also criticized, but look how it turned out to be. Answer, we didn't have a global pandemic like COVID or Nipah then. We could afford to take a risk. Excuse 5, Shailaja teacher accepted it. What's your problem? Answer, yeah, sure. Like there are 100 other options for her. Gaurima soul is right on top of us. It should remind us about a few things. Excuse 5, people who didn't vote for LDF has no right to question. Answer, sure, we criticize BJP because we all voted for them, right? Take this pill and shove it in the mouths of the justification capsule committee. അതിനെതിരെ ആ ഒരു സംഭവം ഇവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഷൗട്ട് ഔട്ട് ടു ഗായത്രി വേണു 01 അഗൈൻ. സ്റ്റാർട്ടിങ് വിത്ത് തേർഡ്, ഇറ്റ് ടേക്സ് എൻ ഇമ്മെൻസ് amount of privilege and audacity to say that other ministers are not as important. The finance ministry, which was handled exceptionally well by Comrade Thomas Isaac, took care of the state budget, pension rules, expenditure control, CMDRF, financial planning for projects, food kits, welfare pensions, government employees' salaries, PF, the fund for new high-tech hospitals and schools. Who do you think handled all that? Revenue and Housing Ministry, handled extremely well by E. Chandrasekharan, took care of the implementation of the housing scheme and pension schemes, life mission, etc. How do you think the government was able to construct so many houses for the homeless after the floods? Food and Civil Supplies Ministry, handled amazingly well by P. Tilothaman, ensured that the food kits reached everybody in need.
Why do you think Kerala has the best public distribution system in the whole country? Because it handled well. Duh. Without those food kits, lakhs would have gone hungry during such a horrendous period of a pandemic. The local self-government ministry, handled very well by AC Moideen, ensured that the implementation of these developmental works reached the grassroots levels. Why do you think Kerala's health system or any other system works so well? Because everything works from the grassroots level. The Industries Ministry, handled very well by E.P. Jayarajan, ensured that the Kerala economy worked. I don't even have to elaborate on how important that is for the rest of the system to work. So you were saying how important the health department is during a health crisis? Oh well, if you are not privileged enough, you'd understand how every ministry is as important as the health ministry. The combined effort of these ministries is the real fight against the pandemic. പോയിന്റ് പറഞ്ഞിരിക്കുന്ന people in Kerala are not dying because of health crisis. അതായത് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഈ ക്രൈസിസിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം അതിനെതിരെ അവർ പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾ. The combined effect of these ministries is the real fight against the pandemic. Now to the fourth point. So removing these ministers weren't a risk. There weren't any hashtag uproar for the removal of Thomas Isaac. Why? No sexist angle to that? Or wasn't that a risk enough to be projected? Did see some arguments saying why LDF didn't care to take this decision before election. LDF did take risk as a matter of fact. Removing the health minister alone doesn't contribute to any more of a risk. That's how new people come up. To the fifth, firstly, comparing Gauriamma and KK Shailaja is historically wrong. Not going into that part. But is this your feminism? KK Shailaja had her own opinion, and who are you to make explanations for that? Yes, she had 100 other options. What makes you think that a comrade as strong as KK Shailaja would not make her own opinion? Maybe her opinion doesn't suit your explanation. To the sixth invalid argument, anybody can comment on anything. Some just make a fool of themselves by comparing BJP and LDF. Simple. Now to the first one. People greater than party. Agree. People voted for the schemes. People voted for the left policies. People voted for development. People voted for all the above said: food kits, development from the grassroots level, welfare, pensions, etc. People voted for how the government took care of them when they were in a raging pandemic, floods, Nipah, etc. The non-understanding of communism and the narrative given by the media makes you think people voted for individuals, and it's the party who implemented these policies. People voted for the party, and the party is choosing ministers from a set of MLAs who were voted and given power by the people. So I think still people greater than party. Now the major second one looks like a mass question, but still absurd. The LDF campaign was for Randam Pinarayi Sarkar. Second Pinarayi Vijayan ministry wouldn't have been possible if Pinarayi ain't the CM. Duh. If the question is in particular why is then Pinarayi given the Home Minister portfolio, shouldn't the new ministry be there? Then you might know that almost all ministers are given portfolios. Comrade Vijayan, being the CM and also a cabinet member, would be given a portfolio. If home is given, then that's what he'd handle. If some other ministry, then he'd handle that. What's so difficult to understand there? Sometimes capsules won't be enough. You may need a whole surgery. Fin.
അപ്പം അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗായത്രി എല്ലാം പറയുന്നുണ്ട്. അതായത് ഈ സ്റ്റാറ്റസിൽ ഇത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കളിച്ച സംഭവം എല്ലാം നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഷീ മൈറ്റ് ബി ബയസ്ഡ്, ബട്ട് വാട്ട് ഷീ ഈസ് സേയിങ് ഇസ് ഐ അഗ്രി വിത്ത് ഹർ. അതായത് പീപ്പിളാണ് പാർട്ടീനേക്കാളും വലുത്. പിന്നെ ബ്രാൻഡ് ന്യൂ മിനിസ്ട്രി എന്ന് പറഞ്ഞ് ചീഫ് മിനിസ്റ്ററെ മാറ്റണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമല്ലല്ലോ. പിന്നെ ഹെൽത്ത് മാത്രം ആണ് ഈ പാൻഡമിക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന്, അതും അപ്സൈഡായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗൗരിയമ്മേനെയും ശൈലജ ടീച്ചറിനെയും തമ്മിൽ കമ്പയർ ചെയ്തത് അവർ രണ്ടും ആൾക്കാരാണ്. രണ്ടും പെണ്ണുങ്ങളായതുകൊണ്ട് രണ്ടുപേരെ അങ്ങ് കമ്പയർ ചെയ്യാവോ? പിന്നെ ഈ LDFും BJP അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. അപ്പം ദാറ്റ് വാസ് ഹെർ. പിന്നെ ഞാൻ കുറേ, അതായത് പെണ്ണുങ്ങൾ തന്നെ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വുമൺ എംപവർമെൻറ്റിന് ഇത്രയും ഫേമസ് ആയിട്ടുള്ള കേരളം, വൈ ആർ ദേ നോട്ട് ഗിവിങ്, അതായത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള വുമണ് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ലെന്ന്. അപ്പം എനിക്ക് പറയാനുള്ള, വുമണെ എല്ലാവരും ഒഴിവാക്കിയില്ലല്ലോ. അപ്പം 3 മിനിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാം പെണ്ണുങ്ങൾ. അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനത്തെ കുറച്ച് ട്വീറ്റ്സ് വായിക്കാം. അതായത് ഫസ്റ്റ് വൺ ഇസ് ബൈ ശില്പ സുരേഷ് ഓൺ ട്വിറ്റർ @ShilpaSuresh18. അപ്പം suppressing the woman popularity in the government can only affect the goodwill of the upcoming government. Needing Shailaja Teacher as our minister is non-negotiable. To set an example for the other states, not just a leftist government is needed, but also an empowered woman right by is mandatory. പെണ്ണുങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവർ ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞ് അറിയത്തില്ല. ഐ എം നോട്ട് വൺ ടു കോമെൻറ്റ് ഓൺ വുമൻ എംപവർമെൻറ്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് മൈ പീസ് ടു സേ. അതായത് വിമൺ ഫെമിനിസത്തിലും വിമൺ എംപവർമെൻറ്റിലും ഐ സപ്പോർട്ട് ദം, ബട്ട് ഞാൻ അതിനെപ്പറ്റി പറയാൻ എനിക്ക് അവകാശമില്ല. അപ്പം നെക്സ്റ്റ് നോക്കാം. അടുത്ത അതിഥിയുടെ ട്വീറ്റാണ് @ArvindAtithi. I hope the people of Kerala would not take this lying down. The enormous faith people had in Shailaja Teacher showed at the recent election clearly. We want her in the cabinet. We want her to handle health sector in this pandemic times. Priya Neerajam. I still can't digest the fact that Pinarayi Vijayan is CM in second time Kerala government, which people elected again as gratitude to the COVID management. But Shailaja Teacher is not in it. If people rejected her, then we could understand, but this is too much. Pinne താഴെ all dictators are scared of generals who became too popular. പോപ്പുലാരിറ്റിയുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നില്ല പിണറായി എന്ന് പറഞ്ഞൊരു ആൾക്ക് ഇപ്പം ഇത്തിരി പോപ്പുലാരിറ്റി അവർക്ക് കൂടി ഇവർക്ക് കൂടി എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഹി വുഡ് ബി ലൈക്ക് ദാറ്റ്. സോ അടുത്ത നോക്കാം. അടുത്ത ജോൺ ഇസ് ബൈ സ്റ്റാൻലി ജോൺ ഓൺ ട്വിറ്റർ @JohnStanley. When Malayalam media reported soon after the election that KK Shailaja wouldn't be in the left cabinet, I didn't believe it. She was one of the most popular and result-oriented ministers, and she won the re-election with a stunning majority, but she's been dropped from the cabinet. With my common sense, I don't get why she was dropped. After the historic win, Pinarayi Vijayan could have gone for a humble start, but with the decision to keep India's best performing health minister out and an oath-taking event with 500 amidst the lockdown, the government is off to a wrong start. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതായത് സംഭവം എന്ന് പറയുമ്പം ഇപ്പം ജസ്റ്റ് ജയിച്ച് കയറിയിട്ടേ ഉള്ളൂ.
അപ്പം തന്നെ ആൾക്കാരെ പിസ് ഓഫ് ചെയ്യുകയാണെന്ന് ഐ വിൽ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു. അതായത് ഇപ്പം ഈ 500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പയിൻ, അതായത് ഇനോഗ്രേഷൻ, ക്യാബിനറ്റ് ഇനോഗ്രേഷൻ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ 500 പേരെ എന്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, എന്ത് മണ്ണാങ്കട്ട ചെയ്താലും അത് ഫെയർ ആയിട്ടുള്ളൊരു സംഭവമാണോ? എനിക്കത് ഇത്തിരി റോങ് അടിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുമ്പം 500 പേരെ പങ്കെടുപ്പിച്ച് നമ്മൾ പുറത്തിറങ്ങിയ പോലീസുകാർ വന്ന് അത് പറയും ഇത് പറയും. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ പാലും പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളും വാങ്ങാൻ പോയി. പോലീസ് കൈ കാണിച്ചു, ഞാൻ നിർത്തി, എല്ലാം ഡീസൻ്റായിട്ട് അവർ ചോദിച്ചു ഗ്ലാസ് കത്താൻ പറഞ്ഞ് ഞാൻ ഗ്ലാസ് കത്തി. മാസ്കൊക്കെ ഓൾറെഡി മുഖത്തുണ്ടായിരുന്നു. അപ്പം അവർ ചോദിച്ചു എവിടെ പോയിട്ട് വന്നതാ? അപ്പം ഞാൻ പറഞ്ഞു സാറേ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയതാ. അപ്പം അവർ ചോദിച്ചു സത്യവാങ്മൂലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഡേറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഡേറ്റൊക്കെ കഴിഞ്ഞ് കിട്ടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ആ ഡേറ്റ് ഇടാത്തതിൽ അവരുടെ ആ ടോൺ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തോ ഒരുമാതിരി ഞാനെന്തോ ഈ പാല് സാധനങ്ങളും കട്ടിട്ട് വന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് വേറെ സീനൊന്നും ഉണ്ടായില്ല. അവർ പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അവരെന്നെ വിട്ടു. അപ്പം അതിൽ നിന്ന് എനിക്ക് കിട്ടിയത്, അതായത് ബേസിക് നെസസിറ്റീസ്, ഞാൻ പാലും കുറച്ച് സാധനങ്ങളും വാങ്ങാൻ പോയപ്പം ഒരു പോലീസുകാരൻ നിർത്തി എന്നോട് ചോദിച്ചപ്പം ഇത്തിരി റേസായിട്ട് തന്നെ ചോദിച്ചത്. അപ്പം ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. കാരണം എൻ്റെ കയ്യിൽ എല്ലാ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ ഒരുമാതിരി മറ്റവിടുത്തെ ഒരുമാതിരി ചോദ്യം ചോദിച്ചപ്പം എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ അങ്ങ് സൂഹിച്ചില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം പിണറായി വിജയൻ ഒരു ഇനോഗ്രേഷൻ നടത്തുക, അതായത് ക്യാബിനറ്റിൻ്റെ സത്യപ്രതിജ്ഞ. അപ്പം അത് നടത്തുമ്പം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 500 പേരെ വിളിച്ച്, 500 എന്നൊക്കെ പറയുമെങ്കിൽ എന്താണ് ഈ പോലീസും മറ്റവരെല്ലാം കൂടുമ്പം ഐ ബിലീവ് ഇറ്റ് വിൽ ക്രോസ് മോർ ഓർ ലെസ് ഓവർ 700 പീപ്പിൾ. അങ്ങനെ എന്ത് ടെസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാലും ഇറ്റ്സ് സ്റ്റിൽ പ്ലേസ് വേർ പീപ്പിൾ കുഡ് ഗെറ്റ് ഇൻഫെക്റ്റഡ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പം കല്യാണങ്ങൾ വേറെ എന്തിതാണെങ്കിലും നമ്മൾ ഓൺലൈനിൽ ലൈവ് യൂട്യൂബിൽ കാണും. ഇവർക്ക് ഓൺലൈനായിട്ട് ഇത് നടത്തിക്കൂടെ എന്നുള്ളൊരു ചോദ്യവും എൻ്റെ മനസ്സിൽ വന്നു. പിന്നെ ഇപ്പം ഒരു കന്നഡക്കാരൻ വിനയ് കുമാർ, അയാളുടെ ട്വീറ്റ് നോക്കാം. അയാളുടെ എന്തോ കന്നഡയാണ്. അപ്പം അടുത്ത നോക്കാം. ഐ എം നോട്ട് സർപ്രൈസ്ഡ് ബട്ട് സാഡൻഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ദ LDF ഗവൺമെൻറ് chose to exclude Shailaja teacher from the cabinet. In my opinion, she should have been made the deputy CM. Modeling a future CM makes sense instead of asking her to whip a party that spends too much time making memes. ശരിയാ. എനിക്ക് തോന്നുന്നത് ഇപ്പം ശൈലജ ടീച്ചറിന് ഇപ്പം കുറച്ച് ഗൈഡൻസ് കൊടുത്താൽ നല്ല ഒരു അടിപൊളി വുമൺ CM ആയിട്ട് എന്താണെങ്കിലും ശൈലജ ടീച്ചറിന് വരാം. അപ്പം ഐ അഗ്രി വിത്ത് യു. ആൻഡ് ദ മീം പാർട്ട്, ഐ വിൽ ഗെറ്റ് ടു ദ മീംസ് ഇൻ എ സെക്കൻഡ്. ഓക്കെ, നമുക്ക് മീംസിലേക്ക് വരാം. അടുത്ത് ശ്രീകുമാർ M. മേനോൻ്റെ ട്വീറ്റാണ്. പിണറായി വിജയൻ is scared of the popularity of his own teammate Shailaja teacher. That's all there is to it. Will she grow big enough to threaten the skipper? Well, comrade, she already has. അത് ശരിയാ. അതായത് പിണറായിക്ക് പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും തന്നെ പിണറായിയുടെ ഒരു ഗൂഗിൾ ട്രെൻഡ്സ് എടുത്ത് നോക്കിയാൽ അത് അത്ര വലിയ നല്ല കാര്യത്തിനൊന്നും അല്ലായിരുന്നു പോപ്പുലാരിറ്റി. പിന്നെ ധന്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസറുണ്ട്, ഇത് വായിക്കാൻ ഞാൻ. ഇത് ഫേസ്ബുക്കാണ്. ധന്യ രാജേന്ദ്രൻ. സിൻസ് ദർ ഇസ് സോ മച്ച് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ഓൺ ദിസ്, വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ്
We won't repeat old faces. Does the CPIM have any basis to believe that those who became ministers again will not perform? Why is the kind of a party rule suddenly acceptable to many? What is the logic behind it? If one was to apply the other rule in 2026, Shailaja teacher cannot contest in 2026, right? Please don't tell me 3 women in the ministry is path breaking. Please calculate 33% of 21. Thanks. Please do not calculate 50%. Not good for health. Other male ministers are not also getting an opportunity. Well, sure, bad for them. Many of them were good performers. But I am seeing this purely from a gender lens. In a male-dominated field like politics, where successful women are rare, and women like Shailaja, who inspired confidence in millions, are rarer. What is the message here? That these women leaders will not be rewarded by their own party? How does this look to other young women? If you are going to write that party whoop is a great post, my sympathies are with you. The mandate is for the party, many say. Sure, it is for the party, government and policies. It's also for the humans in the government. From the uproar on social media, if the party does not understand that, then അതെനിക്ക് വളരെ ഇതായിട്ട് തോന്നി, സത്യമായിട്ട്. ഇപ്പം പിണറായി ആണല്ലോ ഇപ്പോൾ പാർട്ടിയുടെ ഫേസ്, അതായത് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ ഏകദേശം വോട്ട് ചെയ്യുന്നതിൻ്റെ പകുതി ആൾക്കാർ പെണ്ണുങ്ങളല്ലേ. അപ്പം അവരെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമൺ നേതാവിനെ എന്തുകൊണ്ട് പാർട്ടി കൊടുക്കുന്നില്ല? ദിസ് ഫക്കിംഗ് 2021. അതായത് ഇപ്പം ശൈലജ ടീച്ചറിനത്തെ ഇതിൽ നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് 2026. അപ്പം അങ്ങനെ വരുമ്പം ശൈലജ ടീച്ചറിനെ നിർത്തിയിട്ട് ഇപ്പം തുടങ്ങി വെച്ച പണി കംപ്ലീറ്റ് ചെയ്യിക്കാമെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നില്ല 2021 ഇത് തീരുമെന്ന്. ഇപ്പം കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം വാക്സിനേറ്റ് ചെയ്യുന്നത് ഇപ്പം തന്നെ 18+ വിഭാഗത്തിൽ കേരളം വളരെ പുറകോട്ടാണ്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ എന്താണെങ്കിൽ 2022 പകുതിയാവും, 2022 ലാസ്റ്റ് എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തൊക്കെ വന്നാലും വാക്സിൻ ഹെസിറ്റൻസി ഉള്ളവരുണ്ടാവും. അപ്പോൾ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുമ്പം ഏകദേശം 2022 ലാസ്റ്റ് ആവും. നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം കുറേ പേരെ വാക്സിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരും വാക്സിൻ എടുക്കണമെന്നില്ല. കുറച്ച് പേർക്ക് പേടിയുണ്ടാവും. കുറച്ച് പേർക്ക് വാക്സിൻ എടുത്തതിൽ തന്നെ ഇപ്പം എഫിക്കസി കുറവാണെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവർക്ക് വീണ്ടും രോഗം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പം ഈ കൊറോണ ഇതങ്ങ് പോകുന്നിടം വരെ ശൈലജ ടീച്ചറിനെ തന്നെ നിർത്താമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അതായത് 2.5 കൊല്ലം ശൈലജ ടീച്ചറിന് കൊടുത്തിട്ട് ബാക്കി 2.5 കൊല്ലം വീണ ജോർജിന് കൊടുക്കണം. അതല്ല അതിൻ്റെ ഒരു ഇത്. അപ്പം വീണ ജോർജിൻ്റെ കാര്യം പറഞ്ഞപ്പം ദ ഫക്കിംഗ് മീംസ് ആർ അൺറിയൽ ഓൺ ദാറ്റ് വൺ. ഇതൊക്കെ പറഞ്ഞാലും ഇപ്പം വീണ ജോർജിൻ്റെ ഒരു ഐ തിങ്ക് ഷീൽ ഡു എ ഗുഡ് ജോബ് ആക്ച്വലി. അപ്പം എനിക്ക് വീണ ജോർജിനെ പറ്റി ഒന്നും അറിയത്തില്ല, നിങ്ങൾക്കും പരിചയമുണ്ടോയെന്ന് അറിയത്തില്ല. അത് ഞാൻ ജസ്റ്റ് ഈ മനോരമയുടെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ വായിക്കാം. അതായത് അവർ പറഞ്ഞിരിക്കുന്ന മികവിൻ്റെ തിലകം. അപ്പം സ്കൂൾ കലോത്സവത്തിൽ കലാതിലകമായിരുന്നു വീണ ജോർജ്. പഠനമായാലും കലയായാലും പൊതുപ്രവർത്തനമായാലും മാറ്റുവച്ചതിലെല്ലാം മിടുക്കിയെന്ന പേര് നേടി. ദൃശ്യമാധ്യമ രംഗത്ത് പരിചിത മുഖമായിരുന്നു വീണ. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി കേരളത്തിലെ ആദ്യ വനിതാ ജേർണലിസ്റ്റ്. 1992 സ്കൂളിൽ കലോത്സവത്തിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, മോണോ ആക്ട്, നാടോടി നൃത്തം, പദ്യപാരായണം, ഉപന്യാസം, പ്രസംഗം എന്നിവയിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി പത്തനംതിട്ട ജില്ലയിൽ
കലാതിലകമായി. 1992 കലോത്സവ വേദികളുടെ കണ്ടെത്തൽ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിയ 2 പേരിൽ ഒരാൾ വീണയും മറ്റേയാൾ മഞ്ജു വാര്യരുമാണ്. കട്ട സീൻ. MSc ഫിസിക്സും B.Ed എന്നിവ റാങ്കോടുകൂടെയാണ് നേടിയത്. കൈരളി, ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, റിപ്പോർട്ടർ, TV ന്യൂ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ച് 2012 US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തു. 2016 ആറന്മുളയിൽ മത്സരിക്കാൻ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വിരമിച്ചു. പരേതനായ അഡ്വക്കേറ്റ് P. കുര്യാക്കോസിൻ്റെയും പത്തനംതിട്ട നഗരസഭ മുൻ കൗൺസിലർ റോസമ്മ കുര്യാക്കോസിൻ്റെയും മൂത്ത മകളായ ജനനം. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ SFI പ്രവർത്തക, നിയമസഭ TV-യുടെ ആശയരൂപീകരണ സമിതിയുടെ അധ്യക്ഷ, കേരള സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ഭർത്താവ് മലങ്കര അസോസിയേഷൻ മുൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്. മക്കൾ അന്ന ജോസഫ്. വിദ്യാർത്ഥികൾ. അതായത് വീണ ജോർജിൻ്റെ ഇത് പറയുമ്പോൾ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഷീ ഹാസ് എ വെരി ഇംപ്രസീവ് റെസ്യൂമെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. MSc ഫിസിക്സ്, B.Ed ഇതൊക്കെയുണ്ട്. പിന്നെ മാധ്യമ പ്രവർത്തക, പിന്നെ കലാതിലകം. ഓവർ ക്വാളിഫൈഡ് ആണോ? ചെറുതായിട്ടാണെന്ന് തോന്നുന്നു. അപ്പം എനിക്കിത് വീണ്ടും മറ്റേലോട്ടാണ് തിരിച്ചു വരാനുള്ള. ഇത്രയൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പെണ്ണുങ്ങളുടെ മന്ത്രിയായിട്ട് എടുത്തിരിക്കുന്നത്. ബട്ട് ആണുങ്ങളുടെ ഒരു റെസ്യൂമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാരിയർ ഭയങ്കര ലോ ആണല്ലോ. അങ്ങനെ എനിക്ക് തോന്നി. ഒരേപോലെ ആണ്ട് ഇതിൽ ഇപ്പം വീണ ജോർജിൻ്റെ ഒരു റെസ്യൂമേ വെച്ചാണ് എല്ലാ മന്ത്രിമാരും ആകേണ്ടതെങ്കിൽ ആണുങ്ങൾ ഒരു മന്ത്രി പോലും കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കിക്കേ, അത്രയ്ക്ക് ഇമ്പ്രസീവാണ് അവരുടെ റെസ്യൂമേ. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആദ്യം ഒരു മീം റിയാക്ഷൻ സെഗ്മെൻറ്റും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കിയായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ അത് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഐ തിങ്ക് റിയാക്ടിങ് ടു മീംസ് എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതെൻ്റെ ചാനലാണ്. യൂട്യൂബിൽ അൺസെൻസേർഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതായത് റിയാക്ഷൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം പ്ലീസ് ഗോ വാച്ച് ദാറ്റ്. ഇറ്റ് വിൽ ബി ഔട്ട് ഇൻ 2 days by the time you are seeing this or hearing this. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ അവിടെ കേട്ടാലും അത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം യൂട്യൂബിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാനാണെങ്കിൽ ഇത് സ്പോട്ടിഫൈ, ഗൂഗിൾ പോഡ്കാസ്റ്റ്, പിന്നെ മറ്റേ ആപ്പിൾ പോഡ്കാസ്റ്റ്, അങ്ങനെ കുറച്ച് സൈറ്റുകളിലും കൂടെ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അവിടെ കേൾക്കുക. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഇടയ്ക്ക് കേൾക്കാനാണെങ്കിൽ ഇത്രയും കൂടെ സൗകര്യം സ്പോട്ടിഫൈ ആയിരിക്കും. അപ്പം എവിടെ കണ്ടാലും നിങ്ങൾ ജസ്റ്റ് ഒരു ഫോളോ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ എപ്പിസോഡായതുകൊണ്ട് ഇതിനകത്ത് കുറേ കുറവുകളും പിന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എന്താണെന്ന് താഴെ കമൻറ്റുകൾ വഴി അറിയിക്കുക. അപ്പം നിങ്ങൾ തെറി പറഞ്ഞാലും ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം @uncensored.yt. പിന്നെ ഫോളോ മീ ഓൺ ട്വിറ്ററിൽ ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം. അപ്പം ഫോളോ മീ ഓൺ ട്വിറ്റർ, ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ഫേസ്ബുക്ക് ഇപ്പം ഇല്ല, ഞാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. കാരണം 1 മണിക്കൂർ കൂടിയായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് മറ്റേ മീം റിയാക്ഷൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. പീസ് ഔട്ട്. ബൈ.